പഞ്ച് പോകണ്ട നമ്മുടെ ഫേസിന് ഫ്രണ്ട് തന്നെ അപ്പർ കട്ടോ. ഞാൻ ചില വീഡിയോസിലും ചില ആൾക്കാരെല്ലാം ചെയ്യുന്ന കണ്ടിട്ട് ഇങ്ങനെയുള്ള ലീൻ ചെയ്തിട്ട്, ഇപ്പം നിങ്ങൾ ഇങ്ങനെ ലീൻ ചെയ്തു. ഇപ്പം ഞാൻ ഇവിടെ അപ്പർ കട്ട് ചെയ്യുക, ഒരു പഞ്ചിന് മിസ് ചെയ്ത് ഇങ്ങനെ ലീൻ ചെയ്തു. ഇപ്പം എൻ്റെ ഫേസിന് സെൻറ്ററിലല്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പഞ്ച് എന്ന് പറയുന്നത് എൻ്റെ ഫേസിൻ്റെ ഔട്ട് സൈഡാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് വേറെ ഓപ്ഷനില്ല. നിങ്ങൾ ഇതിന് കണക്ട് ചെയ്തപ്പോൾ ഒരു 3 എന്ന പഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ സാധിക്കില്ല. നിങ്ങളുടെ ബോഡി ബാലൻസ് എല്ലാം നഷ്ടപ്പെടും ആൻഡ് ഫാസ്റ്റ് ആയിരിക്കില്ല. ഇപ്പോൾ ഷാർപ്പാണ്, പെട്ടെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 3 എന്ന പഞ്ചും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അടുത്ത കണക്റ്റീവ് പഞ്ചും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ബോഡി ബാലൻസ് എന്ന് പറയുന്നത് അപ്പർ കട്ട് നിങ്ങൾ ഏത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും സെൻറ്ററിൽ വെക്കുക. അതായത് നിങ്ങളുടെ ഫേസിൻ്റെ സെൻറ്ററിൽ തന്നെ അപ്പർ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പഞ്ച് വരണം. അതിനെ ലീൻ ചെയ്ത് ഇങ്ങനെ ഏന്തി വലിഞ്ഞിട്ടൊന്നും ചെയ്യരുത്, സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സിനാരിയോസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ എന്നേക്കാൾ ഹൈറ്റുള്ള ഒരാളാണ്, എന്നേക്കാൾ ഹൈറ്റുള്ള ഒരാളെ ഞാൻ അപ്പർ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എഗെയിൻ ഇങ്ങനെ ചെറിയൊരു സ്കൂപ്പായിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ടിക്ക് ഷേപ്പിൽ യു ഷേപ്പിലൊന്നും വരേണ്ട ആവശ്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് എനിക്ക് പഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇതാണ് എൻ്റെ ഐറ്റമെങ്കിൽ, എൻ്റെ ഒപ്പണൻ്റെ ഐറ്റമെങ്കിൽ ഞാൻ ഇവിടുന്ന് എഗെയിൻ മൊമെൻ്റ് ഉണ്ടാക്കി കൊണ്ടുവരണ്ട. ജസ്റ്റ് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എന്താണ്, ആ ഒരു എൻഡ് എത്തുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള സഫിഷ്യൻറ്റ് പവർ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് പഞ്ച് ഒന്നുകൂടെ ക്വിക്കായിരിക്കും. ഇങ്ങനെ ഒരു ഷേപ്പിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഫേസിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പഞ്ച് ചെയ്യുന്നു. ഇത് ടോളറായിട്ടുള്ള ഒരാളെ എടുത്തു വരുന്ന പഞ്ചിൻ്റെ സ്റ്റൈലാണ്. നമ്മളെ സെയിം ഹൈറ്റ് അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഷോർട്ടർ ആവുന്ന സമയത്ത് ഒരു കാരണവശാലും ഇങ്ങനെ പോകാൻ പറ്റില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഇനഫായിട്ടുള്ള പവർ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തൊരു സിനാരിയോ എന്ന് പറയുന്നത് ഒന്നും കൂടെ നമുക്ക് പവർ എങ്ങനെ ജനറേറ്റ് ചെയ്യാം. ചില പ്രൊഫഷണൽ ബോക്സേഴ്സ് ഒക്കെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ലൈറ്റായിട്ട് ചെയ്തിട്ടെല്ലാം നിങ്ങൾക്ക് അപ്പർ കട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഈ ഒരു മൂവ്മെൻറ്റ് അതിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ പവർ എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഞാൻ ഒരുപാട് മെത്തേഡ് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റൈലിൽ നിങ്ങൾക്ക് അപ്പർ കട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ജനറലി നമുക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ബോഡീനെ ട്വിസ്റ്റ് ചെയ്യണം, ലൈറ്റായിട്ടൊന്ന് നിങ്ങളുടെ ബോൾ ഓഫ് ദ ഫുട്ട് അതിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫേസിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ പഞ്ച് ചെയ്യുക. ആൻഡ് ചെറിയൊരു ആർച്ച് ഷേപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചധികം പവർ കിട്ടും. ഇനി അതല്ല സ്ട്രെയിറ്റ് ആയിട്ട് പോയാലും ചില സിനാരിയോസിൽ ഇപ്പം നിങ്ങളുടെ 2 എന്ന പഞ്ചാണ് ലാൻഡ് ചെയ്യേണ്ടത്. അയാളൊന്ന് ഫേക്ക് ചെയ്തിട്ട് 2 ഒന്ന് ഹാർഡായിട്ട് പഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫാസ്റ്റായിട്ട് അങ്ങനെയും ചെയ്യാം. അത് നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ സിനാരിയോസ് ആൻഡ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നു. ഇപ്പം എങ്ങനെ പഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് പവർ കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ ടോളറായിട്ടുള്ള ഒരാളാണെങ്കിൽ ഒന്നുകൂടെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ആർച്ചിൻ്റെ ഷേപ്പിൻ്റെ ആവശ്യമില്ല. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിന്ന സ്ഥലത്ത് നിന്ന് ആർച്ച് ചെയ്യാം. ആൻഡ് ലൈറ്റ് ചെയ്താൽ കൂടുതൽ പവർ കിട്ടും. ഈ കൂടുതൽ പവർ എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പല മൂവ്മെൻറ്റുകളും ടൈമിൽ മാറ്റം വരും. അതായത് ഇപ്പം നിങ്ങൾ പവർ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ എടുക്കുന്ന ടൈം എന്താണ്, ചില മൂവ്മെൻറ്റിൽ ലാഗ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിപ്പൊക്കെ ചെയ്തിട്ട് എല്ലാ സമയത്തും നിങ്ങൾക്ക് അപ്പർ കട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഒപ്പണൻറ്റിൻ്റെ സ്റ്റൈലിനനുസരിച്ച് വേണം ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാൻ, തിരഞ്ഞെടുക്കാൻ. അയാൾ വേറൊരു സ്റ്റൈലിൽ പഞ്ച് ചെയ്യുന്നു, നിങ്ങൾ സ്യൂട്ട് ചെയ്യാത്തൊരു സ്റ്റൈൽ അവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും അവിടെ പരാജയപ്പെടുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റൈലിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പർ കട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കൂടാതെ
സ്വന്തമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ എങ്ങനെ ഏത് മൂവ്മെൻറ്റിൽ കൂടുതൽ പവർ എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.